മലയാള സിനിമയിലെ ഏറ്റവും പ്രബലമായ താരകുടുംബമാണ് അന്തരിച്ച നടൻ സുകുമാരന്റേത്. ഭാര്യയും മക്കളും അഭിനേതാക്കൾ. അച്ഛന് നേടാൻ കഴിയാതെ പോയതെല്ലാം രണ്ട് ആൺമക്കളും ചേർന്ന് മലയാള സിനിമയിൽ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മക്കളെ കുറിച്ച് അതിയായ അഭിമാനമാണ് നടി മല്ലിക സുകുമാരനുള്ളത്. പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും തിരക്കുള്ള രണ്ട് താരങ്ങളായി മാറിയിട്ടുണ്ട്. പൃഥ്വിരാജ് ബോളിവുഡിൽ വരെ നമ്പർ 1 താരങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. മലയാളികൾക്ക് ഏറെ സുപരിചിതയായ മല്ലിക സുകുമാരൻ, നടൻ സുകുമാരന്റെ ഭാര്യ, നടന്മാരായ പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും അമ്മ എന്നീ ടാഗുകളിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ട വ്യക്തിത്വവുമല്ല. പ്രായം 70കളിൽ എത്തിയിട്ടും മല്ലികയും അഭിനയ രംഗത്ത് സജീവമാണ്. എന്നാൽ പക്ഷേ സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയ മല്ലികയുടെ കലാജീവിതത്തിന് വേണ്ടത്ര ശ്രദ്ധ പലപ്പോഴും ലഭിക്കാറില്ല എന്നതാണ് മറ്റൊരു കാര്യം. അഭിമുഖങ്ങളിൽ പോലും നടിയുടെ കലാജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വളരെ വിരളമായി മാത്രമേ ഉണ്ടാകാറുള്ളൂ. അഭിനയത്തിലുപരിയായി എഴുത്ത്, ഡബ്ബിംഗ്, സംഗീതം എന്നിവയിലെല്ലാം തന്നെ വാസനയുള്ള ആൾ കൂടിയാണ് മല്ലിക സുകുമാരൻ. ഇതൊക്കെ തന്നെയാണ് പിന്നീട് അഭിനയത്തിൽ ശോഭിക്കുവാനും മല്ലിക സുകുമാരനെ സഹായിച്ചതും. നടി സീമയുടെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ അവളുടെ രാവുകളിൽ സീമയ്ക്ക് ശബ്ദം നൽകിയത് മല്ലിക സുകുമാരനാണ്. എന്നാൽ പക്ഷേ പലർക്കും ഇക്കാര്യം അറിയില്ല എന്നതാണ് സത്യം. അവളുടെ രാവുകളിൽ സീമയ്ക്ക് ശബ്ദം നൽകിയത് താനാണെന്ന് അറിയാത്തവരുണ്ട്. അവളുടെ രാവുകൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെന്ന് ചിലരൊക്കെ തന്നോട് പറയുന്നത് കേൾക്കുമ്പോൾ ആ ഒരു ചിത്രത്തിൽ സീമയ്ക്ക് ശബ്ദം കൊടുത്തത് താനാണെന്ന് പറയാറുണ്ടെന്നും മല്ലിക സുകുമാരൻ മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ സംസാരിക്കവേ പറയുകയാണ്. തന്റെ ഭർത്താവ് സുകുവേട്ടൻ, കുതിരവട്ടം പപ്പുചേട്ടൻ, നിർമ്മാതാവ് രാമചന്ദ്രൻ എന്നിവരെല്ലാം ഒരുമിച്ചായിരുന്നു അക്കാലത്ത് താമസം. മാത്രമല്ല ചിത്രത്തിന്റെ സംവിധായകനും സീമയുടെ ഭർത്താവുമായ IV ശശി സാർ ഇവരുടെയെല്ലാം അടുത്ത സുഹൃത്തുമായിരുന്നു. താനും സുകുവേട്ടനും പരിചയപ്പെട്ട സമയമായിരുന്നു അത്. സുകുവേട്ടന്റെ അനുജത്തി തനിക്കൊപ്പം പഠിച്ചതാണ്. അങ്ങനെ തങ്ങൾ പരിചയപ്പെട്ട് സംസാരിച്ചു തുടങ്ങിയ സമയത്താണ് അവളുടെ രാവുകൾ എന്ന ചിത്രം എടുക്കുന്നത്. ഈ ചിത്രത്തിൽ സുകുമാരനും മല്ലികയും വേഷമിട്ടിട്ടുണ്ട്. സീമയുടെ അമ്മയുടെ കഥാപാത്രം താനാണ് ചെയ്തത്. സുകുവേട്ടനൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ അഭിനയിച്ചതെന്നും മല്ലിക സുകുമാരൻ പറയുകയാണ്. മാത്രമല്ല വ്യത്യസ്തമായ ഒരു വോയിസ് സീമയ്ക്ക് ഈ സിനിമയിൽ വേണമെന്ന് അവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് സീമയ്ക്ക് വേണ്ടി താൻ ആ ചിത്രത്തിൽ ഡബ് ചെയ്യുന്നതെന്നും മല്ലിക സുകുമാരൻ കൂട്ടിച്ചേർക്കുന്നു. അതേസമയം അവളുടെ രാവുകളിൽ മാത്രമല്ല അടവുകൾ 18 അടക്കം സീമയുടെ കുറേ സിനിമകളിൽ മല്ലിക സുകുമാരൻ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ താനും സുകുവേട്ടനും കല്യാണം കഴിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പു വന്നപ്പോൾ ഡബ്ബിംഗ് നിർത്തിക്കൊള്ളുവാൻ സുകുവേട്ടൻ തന്നോട് പറഞ്ഞുവെന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. സീമയ്ക്ക് മാത്രമല്ല ശാരദയുടെ തെലുങ്ക് പടം മലയാളത്തിലേക്ക് മൊഴിമാറ്റിയപ്പോഴും താൻ ഡബ് ചെയ്തിട്ടുണ്ടെന്നും മല്ലിക സുകുമാരൻ പറയുന്നു. അതേസമയം മക്കളെ കുറിച്ച് പറയുന്നതിനേക്കാളും സുകുമാരനെ കുറിച്ച് പറയുമ്പോഴാണ് മല്ലികയുടെ മുഖത്ത് കൂടുതൽ സന്തോഷവും പ്രസരിപ്പും ഒക്കെ നമുക്ക് കാണാൻ കഴിയുക. ഭർത്താവ് സുകുമാരനെ കുറിച്ചും ഈ ഒരു അഭിമുഖത്തിലൂടെ മല്ലിക വാചാലയാകുന്നുണ്ട്. സുകുവേട്ടൻ പാട്ടുപാടും, എന്നാൽ പക്ഷെ അത് ആർക്കും അറിയില്ല എന്ന് മാത്രം. പഴയ മലബാർ കാർന്നൂർ എന്നാണ് താൻ സുകുവേട്ടനെ കുറിച്ച് പറയാറെന്നും മല്ലിക സുകുമാരൻ വെളിപ്പെടുത്തുന്നു. പ്രേമം പ്രകടിപ്പിക്കുവാൻ പോലും താല്പര്യമില്ലാത്തയാളാണ് സുകുമാരൻ എന്നാണ് മല്ലിക സുകുമാരൻ കൂട്ടിച്ചേർക്കുന്നത്. അതേസമയം അകാലത്തിൽ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ട കലാകാരനാണ് സുകുമാരൻ. 1970കളുടെ തുടക്കം മുതൽ 1990കളുടെ പകുതി വരെ മലയാള സിനിമയിലെ ജനപ്രിയ ചലച്ചിത്ര നടൻ തന്നെയായിരുന്നു സുകുമാരൻ. പല ചിത്രങ്ങളിലും സുകുമാരൻ കോപം ജ്വലിക്കുന്ന യുവാവിന്റെ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു വേഷപ്പകർച്ച 1970കളിൽ അദ്ദേഹത്തിന് വലിയ ആരാധക വൃന്ദം തന്നെ മലയാള സിനിമ നൽകി കൊടുത്തു. 1980കളിൽ ചെയ്ത വില്ലൻ വേഷങ്ങളിലൂടെയും സുകുമാരൻ ശ്രദ്ധിക്കപ്പെട്ടു. അതേസമയം പരമേശ്വരൻ നായരുടെയും സുഭദ്രാമ്മയുടെയും മൂത്ത മകനായി എടപ്പാളിലാണ് സുകുമാരൻ എന്ന EPP സുകുമാരൻ നായർ ജനിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു സഹോദരനും 2 സഹോദരിമാരുമാണ് ഉണ്ടായിരുന്നത്. സുകുമാരൻ ആദ്യകാലങ്ങളിൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്നാൽ ബിരുദാനന്തര ബിരുദത്തിന് ശേഷം കോളേജ് ലെക്ചറായി ജോലിയും നേടി. നാഗർകോവിലെ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിൽ ഇംഗ്ലീഷിൽ പഠിക്കുന്ന കാലത്ത് MT വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമ്മാല്യം എന്ന മലയാളം സിനിമയിൽ അഭിനയിക്കുവാൻ സുകുമാരന് അവസരം ലഭിക്കുന്നു. ഈ സിനിമയിൽ ധിക്കാരിയായ ഒരു ചെറുപ്പക്കാരന്റെ വേഷമാണ് സുകുമാരന് അഭിനയിക്കുവാനുണ്ടായിരുന്നത്. ഈ ചിത്രം എല്ലായിടത്തു നിന്നും അഭിനന്ദനങ്ങൾ നേടുകയും 2 ദേശീയ ചലച്ചിത്ര അവാർഡുകളും നേടുകയും ചെയ്തു. അതുപോലെ തന്നെ ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ സുകുമാരനും ശ്രദ്ധയാകർഷിച്ചു. പ്രതിഭാധനനായ നടൻ എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ പക്ഷേ നിർമ്മാല്യം എന്ന ചിത്രത്തിന് ശേഷം സുകുമാരന് കുറച്ചു കാലത്തേക്ക് ഓഫറുകളൊന്നും ലഭിച്ചതുമില്ല. പിന്നീട് ശംഖുപുഷ്പം എന്ന ചിത്രത്തിൽ ഒരു വേഷം വാഗ്ദാനം ചെയ്തപ്പോൾ അധ്യാപക ജോലിയിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ചും അദ്ദേഹം ചിന്തിച്ചിരുന്നു. ആ ചിത്രത്തിലൂടെ സുകുമാരൻ പക്ഷേ മലയാള സിനിമയിൽ തന്റേതായ ഒരു ഇടം നേടിയെടുക്കുകയായിരുന്നു. K. മധു സംവിധാനം ചെയ്ത ഒരു CBI ഡയറിക്കുറിപ്പിലും അതിന്റെ തുടർഭാഗമായി എത്തിയ ജാഗ്രതയിലും ധിക്കാരിയായ പോലീസ് ഓഫീസറായി സുകുമാരൻ വേഷമിട്ടു. സേതുരാമയ്യർ CBI എന്ന പരമ്പരയുടെ 3ാം തുടർച്ചയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനായി നടൻ സായ്കുമാറാണ് വേഷമിടുന്നത്. ആ കഥാപാത്രത്തിന്റെ സ്വഭാവം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുകയും ആരാധനാ പദവി നേടുകയും ഒക്കെ ചെയ്തു. സുകുമാരന്റെ മാനറിസവും വോയിസ് ടോണും ഒക്കെ സായ്കുമാറിന്റെ കഥാപാത്രത്തിലുമുണ്ട്. അവളുടെ രാവുകൾ, അങ്ങാടി, ബന്ധനം, ഏതോ ഒരു സ്വപ്നം, മനസ്സാ വാചാ കർമ്മണ, അഹിംസ, സ്ഫോടനം, ശാലിനി എന്റെ കൂട്ടുകാരി, അങ്കക്കുറി, കോളിളക്കം, തീക്കടൽ, സന്ദർഭം, സാക്ഷി, കോട്ടയം കുഞ്ഞച്ചൻ തുടങ്ങിയ ചിത്രങ്ങളിലും പ്രധാനപ്പെട്ട വേഷങ്ങളിൽ സുകുമാരൻ അഭിനയിച്ചിട്ടുണ്ട്.
ബന്ധനം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സുകുമാരന് 1978 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ദ്രരാജ് ക്രിയേഷൻസ് എന്ന പേരിൽ സുകുമാരന് സ്വന്തമായ ഒരു സിനിമാ നിർമ്മാണ കമ്പനിയും ഉണ്ടായിരുന്നു. ഇരകൾ, പടയണി തുടങ്ങിയ പ്രശംസ നേടിയ സിനിമകൾ ഈ കമ്പനിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതേസമയം KG ജോർജ് സംവിധാനം ചെയ്ത ഇരകൾ എന്ന ചിത്രം IFFI-ൽ ഇന്ത്യൻ പനോരമയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. TS സുരേഷ് ബാബു സംവിധാനം ചെയ്ത ശിബിരമാണ് അവസാനമായി സുകുമാരൻ അഭിനയിച്ച ചിത്രം. പ്രതിഭാധനനായ നടൻ സുകുമാരൻ 1997 ജൂൺ 16 അന്തരിക്കുന്നത്. അതേസമയം സുകുമാരൻ മരിക്കുമ്പോൾ 40കളിലായിരുന്നു മല്ലിക സുകുമാരൻ. പിന്നീട് മറ്റൊരു വിവാഹത്തിന് പോലും മുതിരാതെ മക്കൾക്ക് വേണ്ടി മല്ലിക ജീവിച്ചു. തളർന്നു പോകുമായിരുന്ന ഇടത്ത് നിന്ന് മനക്കരുത്തും അർപ്പണബോധവുമാണ് മല്ലികയെ ഇങ്ങനൊരു മനോഹര കുടുംബം കെട്ടിപ്പടുക്കുവാൻ സഹായിക്കുന്നത്. ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിന്റെയും എല്ലാ ഉയർച്ചയ്ക്ക് പിന്നിലും അമ്മയായ മല്ലികയുടെ വലിയൊരു അധ്വാനം തന്നെയുണ്ട്. ഒരു പെൺകുഞ്ഞു കൂടി വേണമായിരുന്നുവെന്ന് തോന്നിയിട്ടുണ്ടോ എന്നൊരു ചോദ്യത്തോടും മല്ലിക സുകുമാരൻ ഈ ഒരു അഭിമുഖത്തിലൂടെ പ്രതികരിക്കുന്നുണ്ട്. പതിവ് പോലെ സരസമായ ഒരു മറുപടി തന്നെയായിരുന്നു നടിയുടേത്. ഒരു പെൺകുഞ്ഞിനെ കൂടി വേണമായിരുന്നുവെന്ന് തനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. പലരും തന്നോട് ഇക്കാര്യം ചോദിച്ചിട്ടുണ്ട്. 2 ആൺമക്കളുണ്ടെങ്കിൽ 2 പെൺകുട്ടികൾ വരും. ആൺമക്കൾക്ക് കൊണ്ടുകൊടുത്താലും അവർ വിളിച്ചുകൊണ്ടുവന്നാലും 2 പെൺകുട്ടികൾ വീട്ടിലേക്ക് വരുമെന്നാണ്. എന്നാൽ പക്ഷേ താൻ തന്റെ മക്കളോട് പറഞ്ഞത് അങ്ങനെയായിരുന്നില്ല. ഇനിയുള്ള ജീവിതത്തിൽ അവർ തെറ്റ് ചെയ്താൽ നിങ്ങളും, നിങ്ങൾ തെറ്റ് ചെയ്താൽ അവരും തുറന്നു പറയുന്ന സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നതാണെന്നും മല്ലിക സുകുമാരൻ കൂട്ടിച്ചേർക്കുന്നു. അതല്ലാതെ വൺ വേ ട്രാഫിക് ആകരുതെന്നും താൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തെറ്റ് കണ്ടാൽ പറയുവാൻ പേടി 2 പേർക്കും ഉണ്ടാകരുതെന്നാണ് താൻ മക്കളോട് പറയാറുള്ളത്. താനും തന്റെ സുഖവേട്ടനും പരസ്പരം മനസ്സറിഞ്ഞ് ജീവിച്ചവരാണ്. അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ തനിക്കറിയാം, തന്റെ താല്പര്യങ്ങൾ അദ്ദേഹത്തിനും അറിയാം. അങ്ങനെ പോയതുകൊണ്ടാണ് തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ എടപ്പാളിൽ പോയാലും തിരുവനന്തപുരത്ത് തന്റെ നാട്ടിൽ വന്നാലും ഒരുപോലത്തെ സുഖകരമായ ജീവിതം ഉണ്ടായതെന്നും മല്ലിക സുകുമാരൻ കൂട്ടിച്ചേർക്കുന്നു. അതേസമയം മക്കൾക്കും മരുമക്കൾക്കും നമ്മളോടുള്ള സ്നേഹവും പെരുമാറ്റവുമാണ് നമ്മളെന്നും ഓർക്കുന്നത്. അതല്ലാതെ കുട്ടി എങ്ങനെ വന്നു എന്നുള്ള ചോദ്യം അപ്രസക്തമാണെന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. അതേസമയം 1974 G. അരവിന്ദൻ സംവിധാനം നിർവഹിച്ച ഉത്തരായനം എന്ന സിനിമയിലൂടെയായിരുന്നു ചലച്ചിത്ര രംഗത്തേക്കുള്ള മല്ലികയുടെ അരങ്ങേറ്റം. സ്വപ്നാടനം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച 2ാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരവും മല്ലിക സുകുമാരൻ നേടിയിട്ടുണ്ട്. ഉത്തരായനം, സ്വപ്നാടനം എന്നിങ്ങനെ മലയാള സിനിമയുടെ തന്നെ ദിശയെ നിയന്ത്രിച്ച 2 സിനിമകളിലെ വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളെ മനോഹരമായി തന്നെയാണ് മല്ലിക സുകുമാരൻ അവതരിപ്പിച്ചത്. അതിനുശേഷം നിരവധി ചിത്രങ്ങളിൽ മല്ലിക സുകുമാരൻ പ്രത്യക്ഷപ്പെട്ടു. കന്യാകുമാരി, അഞ്ജലി, മേഘസന്ദേശം, അമ്മക്കിളിക്കൂട്, ഛോട്ടാ മുംബൈ, തിരക്കഥ, കലണ്ടർ, ഇവർ വിവാഹിതരായാൽ തുടങ്ങി 90ഓളം സിനിമകളിൽ മല്ലിക വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ടെലിവിഷനിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഒരു ടെലി സീരിയലാണ്. അമേരിക്കൻ ഡ്രീംസ് എന്ന സീരിയലിലെ അഭിനയത്തിന് കാവേരി ഫിലിം ക്രിട്ടിക്സ് ടെലിവിഷൻ അവാർഡുകളിൽ 2004 മികച്ച 2ാമത്തെ നടിക്കുള്ള പുരസ്കാരവും മല്ലിക സുകുമാരൻ നേടിയിരുന്നു. ഹാസ്യവേഷങ്ങൾക്കും വിനോദാഭാസ വേഷങ്ങൾക്കും മല്ലിക സുകുമാരൻ വളരെ പ്രശസ്തിയുമാണ്. ചില പരസ്യങ്ങൾ അഭിനയിക്കുകയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചില ടോക്ക് ഷോകളിലും ഗെയിം ഷോകളിലും പങ്കെടുത്തിട്ടുണ്ട്. നിരവധി സീരിയലുകളിലൂടെയും ടെലിവിഷൻ പ്രേക്ഷകരുടെ സ്വീകാര്യതയും മല്ലിക സുകുമാരൻ ഇതിനോടകം നേടിയിരിക്കുന്നു. പെയ്തൊഴിയാതെ, ഹരിചന്ദ്രൻ, ഇന്ദുമുഖി ചന്ദ്രമതി, അമേരിക്കൻ ഡ്രീംസ് തുടങ്ങിയ സീരിയലുകളിലും നിരവധി പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ചിരിക്കുന്നു. മാധവന്റെ വാഴ്ത്തുകൾ എന്ന ചിത്രത്തിലൂടെ തമിഴിലും എത്തിയിരുന്നു മല്ലിക സുകുമാരൻ. കോമഡിയും വില്ലൻ വേഷങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് മല്ലിക സുകുമാരൻ തെളിയിച്ചു. നടൻ മോഹൻലാലിന്റെ കളിക്കൂട്ടുകാരി കൂടിയാണ് മല്ലിക സുകുമാരൻ. പ്രതിസന്ധികളെ അസാമാന്യ ധൈര്യത്തോട് നേരിട്ട അഭിനേത്രിയും വ്യക്തിയും ഒക്കെയാണ് മല്ലിക സുകുമാരൻ. ഈ അടുത്താണ് മല്ലിക സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയത്. ആഘോഷപൂർവ്വം തന്നെ ഈ ഒരു ചടങ്ങ് കൊണ്ടാടുകയും ചെയ്തു. മല്ലികയുടെ ആദ്യ ദാമ്പത്യ ജീവിതം വളരെ പരാജയമായിരുന്നു. നടൻ ജഗതി ശ്രീകുമാറിനെയായിരുന്നു മല്ലിക ആദ്യം വിവാഹം കഴിക്കുന്നത്. യൂത്ത് ഫെസ്റ്റിവലിനും കോളേജ് പരിപാടികളിലും സ്ഥിരമായി കണ്ടുമുട്ടുന്ന ഒരു കലാകാരനോട് തോന്നിയ സൗഹൃദം പിന്നീട് പ്രണയമായി മാറുന്നു. തങ്ങളൊരു നായർ കുടുംബവും അവർ ഒരു നായർ അല്ലാത്ത കുടുംബവുമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും പ്രണയിച്ച് തങ്ങൾ ഒന്നായി. എല്ലാവരുടെയും പ്രണയം വിജയിക്കുന്നത് പോലെ തന്റെ പ്രണയം വിജയിച്ചില്ല. തന്റെ ജാതകദോഷമായിരിക്കും ചിലപ്പോൾ എന്നാണ് ആദ്യ വിവാഹബന്ധം തകർന്നതിനെ പറ്റി മല്ലിക സുകുമാരൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താൻ ഉദ്ദേശിച്ചതുപോലെ ഒരു കുടുംബജീവിതം തനിക്ക് ഉണ്ടാക്കുവാൻ ആദ്യ ബന്ധത്തിൽ സാധിച്ചില്ല. തങ്ങൾക്ക് വരുമാനമൊന്നുമില്ലാതെ നല്ല സാമ്പത്തിക പ്രശ്നങ്ങളിൽ തന്നെയായിരുന്നു അന്നത്തെ ജീവിതം. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒപ്പം നിൽക്കുവാൻ തനിക്ക് പറ്റാതെയായി. കുറെ ആളുകൾ സഹായിച്ചിട്ടാണ് അഭിനയത്തിലേക്ക് താൻ എത്തിയതെന്ന്. സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് ഉണ്ടായ മാനസിക പ്രശ്നമായിരിക്കാം ചിലപ്പോൾ പോകെ പോകെ അദ്ദേഹത്തിന് കുടുംബം നോക്കുവാൻ ഒരു ഇഷ്ടക്കുറവൊക്കെ ഉണ്ടായി തുടങ്ങി. തൊഴിൽ നന്നാക്കിയെടുക്കുവാനുള്ള ഉത്സാഹം മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോവുകയും വിവാഹമോചനം നേടുകയുമായിരുന്നുവെന്നാണ് നടൻ ജഗതി ശ്രീകുമാറുമായിട്ടുള്ള ആദ്യ വിവാഹ ബന്ധത്തെക്കുറിച്ച് മല്ലിക സുകുമാരൻ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ജഗതി ശ്രീകുമാറുമായിട്ടുള്ള വിവാഹബന്ധം പിരിഞ്ഞതിനു ശേഷം നടൻ സുകുമാരനാണ് മല്ലികയ്ക്ക് ഒരു ജീവിതം നൽകുന്നത്.
ആരെയും കൂസാത്ത ഒരു സമ്പ്രദായങ്ങൾക്കും കെട്ടുപാടുകൾക്കും അടക്കി നിർത്തുവാൻ കഴിയാത്ത ചിന്താഗതിയായിരുന്നു സുകുമാരന്റേതെന്ന് നേരത്തെയും പല അഭിമുഖങ്ങളിലും മല്ലിക പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ വിവാഹവും അങ്ങനെ തന്നെയായിരുന്നു. ഇൻഡസ്ട്രിയിൽ നിന്ന് തിളങ്ങി നിൽക്കുന്ന നടിയുടെയും നടന്റെയും വിവാഹം ആരും അറിയാതെ നടന്നൊരു ചെറിയ ചടങ്ങ് മാത്രമായി ഒതുങ്ങി. വിവാഹത്തിന് തനിക്ക് അധികമാരെയും അറിയിക്കുവാനില്ല. 2 ചേട്ടന്മാരെയും തിരുവനന്തപുരത്തുള്ള വല്യച്ഛനെയും മാത്രമേ വിളിക്കാനുള്ളൂ എന്ന് സുകുമാരൻ അന്ന് പറഞ്ഞു. തനിക്കും അത്രയ്ക്കാരെയും ക്ഷണിക്കുവാനില്ല എന്ന് മല്ലികയുടെ അച്ഛന് പറയുകയുണ്ടായി. എന്നാൽ ലളിതമായി ചടങ്ങ് നടത്താമെന്ന തീരുമാനവും എത്തി. കല്യാണത്തിനായി സുകുമാരൻ രാവിലെ മദ്രാസിൽ നിന്നും തിരുവനന്തപുരത്ത് വരുന്നു. വഴുതക്കാടുള്ള സുകുമാരന്റെ വീട്ടിൽ വെച്ച് രാവിലെ 7:40-നും 8:10-നുമുള്ള ശുഭമുഹൂർത്തത്തിലാണ് മല്ലികയുടെ കഴുത്തിൽ സുകുമാരൻ താലി ചാർത്തി മല്ലികയെ തന്റെ ജീവിത സഖിയാക്കി മാറ്റുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.